VFPCKയുടെ റീറ്റെയിൽ ഷോപ്പുകളാണ് സസ്യ. പൊതുവിപണിയെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയായതിനാൽ സസ്യ പോലുള്ള സർക്കാർ സംരംഭങ്ങളിൽ ഉപഭോക്താക്കളുടെ നല്ല തിരക്ക് കാണാനാവും. ഓണച്ചന്ത തുടങ്ങിയതിന് ശേഷം പൊതുവിപണിയേക്കാളും വില കുറവും അതേപോലെ നല്ല പച്ചക്കറികളും പെരുമാട്ടി കൃഷിക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കണ കാരണം നല്ല പച്ചക്കറി കിട്ടുന്നുണ്ട്. വെളിയിൽ വിപണിയേക്കാളും ഒരുപാട് കുറവ്, അതായത് ഉള്ളി മറ്റുള്ള സാധനങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ വില കുറവുണ്ട്. അത് കാരണം ഞങ്ങളെല്ലാവരും മാക്സിമം ഇവിടെ തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ അതേപോലെ പച്ചക്കറി കേടുകൂടാതെ തന്നെ എടുത്തു വയ്ക്കാം, അതായത് ചെറുകിട കൃഷിക്കാരെ കൊണ്ടുവരുന്ന കാരണം കേടുകൂടാതെ എടുത്തു വയ്ക്കാനും കഴിയുന്നുണ്ട്. കേരളത്തിന്റെ ഭക്ഷ്യ ഉൽപാദനവും ഉപഭോഗവും തമ്മിലുള്ള ഭീമമായ അന്തരം പല തലത്തിൽ പഠനമർഹിക്കുന്ന സമസ്യയാണ്. പല ചോദ്യങ്ങൾ എറിഞ്ഞു തരുന്ന സമസ്യ. ബുദ്ധിപരമായ അധ്വാനം കായികമായതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന മലയാളിയുടെ തെറ്റിദ്ധാരണയല്ലേ ഇതിനൊക്കെ കാരണം? അതോ ശരിയായ ആസൂത്രണത്തിലൂടെ സ്ഥായിയായ വികസനത്തിലേക്ക് ജനങ്ങളെ നയിക്കേണ്ട സർക്കാരുകൾക്ക് ശ്രദ്ധ തെറ്റുന്നുണ്ടോ? കൃഷി നിലനിൽക്കണമെങ്കിൽ കർഷകൻ നിലനിൽക്കണം, അതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ കൃഷിക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ തന്നോ അതിന് തരുന്നോ പറയുന്ന പോലെ കർഷകനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായും സർക്കാർ ചെയ്തിരിക്കണം. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ സാധാരണ ചെയ്യുന്നത് കർഷകൻ കൃഷി ചെയ്താലും ഇല്ലെങ്കിലും അദ്ദേഹത്തിനുള്ള നിലത്തിനുള്ള വരുമാനം കർഷകർക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മളോടൊപ്പം എന്ത് ചെയ്താലും 140 രൂപ സബ്സിഡി അല്ലെങ്കിൽ 1000 രൂപ ഉഴവ് കൂലി, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കർഷകനെ പറ്റിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറിയിട്ട് എല്ലാ സൗകര്യങ്ങളും കർഷകന് കൃഷി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരിക. പിന്നെ യന്ത്രസാമഗ്രികൾ ധാരാളം വന്നിട്ടുണ്ട്. കൊയ്ത്ത് മെഷീൻ ഇല്ലെങ്കിൽ പാലക്കാട്ടിൻ്റെ കാര്യത്തിൽ കൊയ്ത്തേ ഉണ്ടാവില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ് വന്നത്. കൊയ്യാൻ ആളെ കിട്ടാറില്ല. അപ്പോൾ ആ രീതിയൊന്ന് മാറി യന്ത്രങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. കുറച്ചുകൂടി സഹായിക്കുകയാണെങ്കിൽ നമുക്കിനിയും മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കേരളത്തിന് ഉണ്ണാൻ കൊടുക്കുന്നത് തന്നെയാണ് ഭംഗി. ഇപ്പോൾ ആന്ധ്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഒക്കെ കൊണ്ടുവരുന്നതിലുപരി നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ശരി. നമുക്ക് അതിനുള്ള എന്താ പറയുക, പ്രകൃതി കനിഞ്ഞ് നമുക്ക് ധാരാളം തന്നിട്ടുണ്ട്. നമ്മളത് ശരിക്കും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഈ ഭാഗത്ത് വന്നപ്പോൾ സാറിന് കാണാൻ പറ്റും ചൂളകൾ പല ഭാഗത്തും. പാലക്കാടാണ് ഏറ്റവും കൂടുതലുള്ളത്. പാലക്കാട്ടിൽ കൊല്ലങ്കോടാണെന്ന് തന്നെ പറയാം. അതിന് കാരണം ആരും ഇഷ്ടപ്പെട്ടിട്ടല്ല ചൂളയ്ക്ക് കൊടുക്കുന്നത്. എൻ്റെ നിലം നശിച്ചു പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ടല്ല കൊടുക്കുന്നത്. 10 വർഷത്തോളം കടബാധ്യതകൾ, അവരുടെ ചിലവുകൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ചു കയറാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു 2 ലക്ഷമോ 3 ലക്ഷം രൂപ ഒറ്റയടിക്ക് കിട്ടുകയാണെങ്കിൽ ആ കടത്തുനിന്ന് രക്ഷപ്പെടാമല്ലോ എന്നുള്ള ഒരൊറ്റ കാരണത്തിൻ്റെ മുകളിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസം പറഞ്ഞാൽ നമ്മൾ കേരളത്തുകാരനെ നമ്മൾ തന്നെ കുറ്റം പറയാമെന്ന് പറയില്ല, അല്പം മടിയന്മാരാണ്. നമുക്കറിയാവുന്ന ഒരു പണി, ഇപ്പോൾ എനിക്ക് കൃഷിപ്പണി നെല്ല് മാത്രമാണെങ്കിൽ അത് മാത്രം ഞാൻ ചെയ്യുള്ളൂ, വേറെ ഒരു പണിയും ചെയ്യില്ല. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 2 ലോറി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഓണം കുളമാണ്. അപ്പോൾ നമ്മളിവിടെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ കോഴി ഓണത്തിന് കോഴി ആവശ്യമില്ല എങ്കിലും കോഴി ഇറച്ചി വരുന്നത് മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നാണ്. നമ്മളവിടെ നിന്നൊന്നുമില്ല. അതേപോലെ പച്ചക്കറി വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ സ്വയമായിട്ട് അത് ചെയ്യണം. പിന്നെ ഓണം 1 മാസം വൈകിട്ടാണ് കാർഷിക കലണ്ടറിൽ ഓണം നിൽക്കുന്നത്. കാരണം കൊയ്ത്ത് എന്ന് പറയുന്നത് ഓണം കഴിഞ്ഞ് പിന്നെ 1 മാസമാകും. സാധാരണഗതി അങ്ങനെ വരാറില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കാലവർഷത്തിൻ്റെ ഒരു ചെറിയ മാറ്റം സംഭവിച്ചത് കൊണ്ട് 1 മാസം തള്ളിയിട്ട് ഇപ്പോൾ ഓണം വരണം ശരിക്കും പറഞ്ഞാൽ അടുത്ത മാസം വരാൻ പാടുള്ളൂ കൊയ്ത്താവണമെങ്കിൽ. ഇപ്പോൾ സാറിന് പഞ്ച കണ്ടാൽ അറിയാലോ. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്തായാലും ആഘോഷിക്കും, ആഘോഷിക്കാതിരിക്കില്ല. ഓണം ഒഴിവാക്കില്ല. കടം വാങ്ങിയാലും കടം വാങ്ങിയില്ലെങ്കിലും കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കും, അത് സംശയമൊന്നുമില്ല. മലയാളിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും പൊതുവായ ഒരു വിശേഷണം മറഞ്ഞിരിപ്പുണ്ട്. അവന്റെ പാരമ്പര്യത്തിലും കാഴ്ചപ്പാടുകളിലും മതചിന്തയിലുമൊക്കെ ആ പദം പരന്നു നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. ബഹുസ്വരത. ഓണത്തിന്റെ കാര്യവും വ്യത്യസ്തമല്ല. അതിന്റെ ആവിർഭാവവുമായി ബന്ധപ്പെടുത്തി ഒട്ടനവധി ഐതിഹ്യങ്ങളുണ്ട്. പരിശോധിച്ചാൽ മനസ്സിലാവും, ഈ ഐതിഹ്യങ്ങളൊക്കെ
എത്രമാത്രം വൈവിധ്യം നിറഞ്ഞതും വിശാലവുമാണെന്ന്. മഹാബലിയുമായും ശ്രീബുദ്ധനുമായും എന്തിന് മക്കയും ഇറാഖിലെ അസീറിയയും വരെ നീണ്ടുകിടക്കുന്നതാണ് ഈ കഥകളുടെ വ്യാപ്തി. ഏത് കണ്ണിലൂടെ നോക്കിയാലും മലയാളികൾ സമൃദ്ധമായി ആഘോഷിച്ചിരുന്ന സമയമായിരുന്നു ഓണത്തിന്റെ 10 ദിവസങ്ങൾ.